ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തൊക്കെയാണ് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പൊതുവെ നമ്മളൊക്കെ കേൾക്കുന്ന, എല്ലാ വർഷവും കേൾക്കുന്ന ചില പരാതികളുണ്ട്. സാർ, സ്കൂളിൽ എടുക്കുന്ന മെത്തേഡൊക്കെ ഡിഫറെൻ്റ് ആണ്, പലതും മനസ്സിലാവുന്നില്ല. ഇനി ചില ടീച്ചേഴ്സ് എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ പ്രശ്നമല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും കുറേയൊക്കെ കുട്ടികൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. എൻ്റെ പേര് ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്, ഷാഹിദ് റംസാൻ ആണ്. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, റെക്കോർഡ് വീഡിയോ ആണ്. സോ നിർബന്ധമായിട്ട് വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് എന്താണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയുക. ഇതെല്ലാം 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. കാരണം യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡിലൂടെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോകല്ലെന്നുള്ള പേടിയൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. സോ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളാണ്. അപ്പോൾ കൂടുതൽ ഡീപ്പിലേക്ക് ഇറങ്ങാതെ തന്നെ ഈ കോൺസെപ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ എഴുതി 2, 5, 8, 11, 14 എക്സെട്ര. ഓക്കെ, അടുത്തത് 1, 4, 9, 16, 25 എക്സെട്ര. അടുത്തത് 2, 4, 8, 16, 32 എക്സെട്ര. അടുത്തത് 0, 5, 10, 15 എക്സെട്ര. ഒന്നുകൂടി എഴുതാം. അരനോട് 1 കൂട്ടിയാൽ 1.5, 1.5 1 കൂട്ടിയാൽ 2.5, 2.5 1 കൂട്ടിയാൽ 3.5, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കാണുന്നത് ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ, ഒരു നിയമമുണ്ട്. ഇവിടുത്തെ നിയമം എന്താ? 3 എന്ന് പറഞ്ഞ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ നിയമം എന്താ? ഇവിടെ എല്ലാത്തിന്റെ സ്ക്വയറുകളാണ്, വർഗമാണ്. ഇവിടെ 2ന്റെ ഇരട്ടിയാണ് വരുന്നത്. 2 അതിന്റെ ഇരട്ടി 4, അതിന്റെ ഇരട്ടി 8. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അവിടെ നിയമം കിട്ടുന്നത്, അല്ലെ പവർ ഓഫ് 2. ഇവിടെ നമുക്കറിയാം +5 എന്ന് പറഞ്ഞ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ +1 എന്ന് പറഞ്ഞ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ 100, 90, 80, 70. ഇവിടെ 10 കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരേ നമ്പർ. ഈ നമ്പറുകളിൽ ഞാൻ ഈ ടിക്കിട്ട നമ്പേഴ്സിന് പ്രത്യേകത. ഇതൊക്കെ ശ്രേണികളാണ് കേട്ടോ. ഇതെല്ലാം സീക്വൻസുകളാണ് അഥവാ ശ്രേണികളാണ്. ഒരു പ്രത്യേക നിയമത്തിനനുസരിച്ച് സംഖ്യകളെ നമ്മളിങ്ങനെ ക്രമീകരിക്കുന്നതിനാണ് ശ്രേണി എന്ന് പറയുക. സീക്വൻസ്, അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ ഈ ടിക്കിട്ട നമ്പറുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന ശ്രേണിയിൽ അഥവാ സീക്വൻസിലെല്ലാം ഒരേ നമ്പറാണ് കൂടുന്നത്, അല്ലെ ഒരേ നമ്പറാണ് കുറയുന്നത്. ഇവിടെയും കൂടി ഈ എക്സാമ്പിൾ കൂടി എടുക്കാം. 100, 90, 80, 70 എക്സെട്ര. ഈ 4 ഒരേ നമ്പർ. ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്പർ 3 ആണ്. ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്പർ 5 ആണ്. ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്പർ 1 ആണ്. ആൻഡ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്പർ -10 ആണ്. കൂടിക്കൊണ്ടിരിക്കുന്ന നമ്പർ -10, അല്ലെങ്കിൽ 10 കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ശ്രേണിയെ, സീക്വൻസിനെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നു. ആ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുക. പൊതുവ്യത്യാസം, ആ ടേം പഠിച്ചോളൂ. നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ടേംസുകളൊന്നും യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് കോമൺ ഡിഫറൻസ് നമ്മൾ പൊതുവെ D എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കണ്ടെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ആദ്യ പദത്തെ നമ്മൾ F അഥവാ ആദ്യ പദം, ഫസ്റ്റ് ടേം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കണ്ട, പക്ഷെ മനസ്സിലൊന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അപ്പൊ ആദ്യ പദം ഇതാണ് എല്ലാത്തിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം പറഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് തൊട്ട് മുമ്പത്തെ നമ്പറും കുറച്ചാൽ മതി. 5 2 കുറച്ചാൽ എത്രയാ? 3. 5 0 കുറച്ചാൽ എത്രയാ? 5. 1.5 1/2 കുറച്ചാൽ എത്രയാ? 1. 90 100 കുറച്ചാൽ എത്രയാ? -10. ഐഡിയ കിട്ടിയോ? അപ്പൊ അതാണ് ഫസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട 2 കാര്യങ്ങൾ. കോമൺ ഡിഫറൻസ് ഉണ്ട്, അതേപോലെ ആദ്യ പദം എന്ത്, പൊതുവ്യത്യാസം ഉണ്ട്, ആദ്യ പദം ഉണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും, സീക്വൻസ് ഓരോന്നും സമ അന്തര ശ്രേണി, ഒരേ വ്യത്യാസം, സമം അന്തരം ശ്രേണി, ഒരേ വ്യത്യാസമുള്ള പൊതുവ്യത്യാസമുള്ള ശ്രേണിയാണോ, അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് എഴുതുക, പൊതുവ്യത്യാസം എഴുതുക. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എഴുതുക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരണം.
ആ മിച്ചം വരുന്ന നമ്പറിനെ നിങ്ങൾ ആദ്യ പദമായിട്ട് എടുത്തു നോക്കി. മിച്ചം വരുന്ന നമ്പർ 1 ഏത് കൊണ്ടാണോ ഹരിക്കുന്നത് അത് അതിന്റെ പൊതു വ്യത്യാസമായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് ഹരിക്കുന്ന ഒരേ നമ്പർ കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പം ആദ്യ പദം 1, പൊതു വ്യത്യാസം 4. സോ ഇങ്ങനെ 4 ഇങ്ങനെ കൂട്ടി വരാം. 1, 1നോട് 4 കൂട്ടിയാൽ 5, 5നോട് 4 കൂട്ടിയാൽ 9, 9നോട് 4 കൂട്ടിയാൽ 13, 13നോട് 4 കൂട്ടിയാൽ 17. നോക്കി നോക്കൂ, ഏത് ടേം എടുത്തു 13 എടുത്തു നോക്കൂ. 13നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ശിഷ്ടം എത്രയാണ്? 1 ആണ്. കണ്ടോ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ശ്രേണി, 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ശ്രേണി. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഇനി വേണമെങ്കിൽ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0, 0, 1 ഡിവൈഡ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇത് ഒരു സമാന്തര ശ്രേണിയാണോ അല്ലയോ, അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? യെസ് ഓർ നോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം, ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ്. അടുത്തത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2, 1 അല്ലെങ്കിൽ 2, രണ്ടും ഏതും വരാം, 1 or 2. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരികയാണെങ്കിൽ 1, 2 വരികയാണെങ്കിൽ 2. അപ്പോൾ അടുത്ത് 1നോട് 4 കൂട്ടിയാൽ 5, 2നോട് 4 കൂട്ടിയാൽ 6. അടുത്ത് 6 കഴിഞ്ഞാൽ അടുത്ത് 5നോട് 4 കൂട്ടിയാൽ 9, 10, 13, 14. ഇതായിരിക്കും ശ്രേണി വരാം. 1 അല്ലെങ്കിൽ 2 വരാം. ഇപ്പോൾ 1നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ റിമൈൻഡർ 1. 2നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 2. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 1. 6നെ ചെയ്തു, റിമൈൻഡർ 2. അപ്പോൾ 1 അല്ലെങ്കിൽ 2 ഏതും വരാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലയോ? യെസ് ഓർ നോ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? അല്ല. കാരണം എന്താ? ഇവിടെ ആദ്യത്തെ വ്യത്യാസം 1 ആണ്, ഇവിടുത്തെ വ്യത്യാസം 3 ആണ്. അപ്പം തന്നെ വ്യത്യാസമായി അല്ലേ? ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസം ഇവിടെ ഇല്ല. കാരണം ഒരു തവണ +1 ആണ്, അടുത്ത് +3 ആണ്. അപ്പം ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, അഥവാ സമാന്തര ശ്രേണി അല്ല. റീസൺ എന്താ? ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. ഇവിടെ പൊതുവ്യത്യാസമില്ല. അടുത്തത് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗം. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ, സമാന്തര ശ്രേണിയാണോ? അല്ല. കാരണം കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. മക്കളെ, ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത പാർട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ പറയണം. അതാണ് വേണ്ടത് കേട്ടോ. അടുത്ത പാർട്ട് വേണോ വേണ്ടയോ നിങ്ങൾ പറയാം. അപ്പൊ നമുക്കറിയാം, ഇവിടുത്തെ വ്യത്യാസം 3, ഇവിടുത്തെ വ്യത്യാസം 5, ഇവിടുത്തെ വ്യത്യാസം 7. അപ്പൊ വ്യത്യസ്തമാണ്. ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഇതും എന്തല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. എന്താണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? അഥവാ വിപരീത ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ എടുത്തു, ഇപ്പൊ 5 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 4 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു, 1/4 ആണ് റെസിപ്രോക്കൽ. അപ്പോൾ ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ അഥവാ വിപരീത ഭിന്നം എന്ന് പറഞ്ഞാൽ അതിനെ 1/8 അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ 3/4ന്റെ റെസിപ്രോക്കൽ എന്താ? അത് 1/3/4 ആണ്. അതിനങ്ങ് തിരിച്ചെഴുതാം. 1/3/4 പറഞ്ഞാൽ 4/3. അപ്പൊ 3/4നെ തിരിച്ചെഴുതിയാൽ കിട്ടുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ. അപ്പം വെറും 4 എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും 4/1. അതിനെ തിരിച്ചെഴുതിയാൽ കിട്ടുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ 1/4. അതാണ് ഐഡിയ. അപ്പോൾ ഒരു നമ്പറിനെ തിരിച്ചെഴുതിയാൽ കിട്ടുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. സോ നമുക്ക് നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ 1/1, 1/2, 1/3, 1/4, 1/5 എക്സെട്ര. നമുക്കറിയാം, ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് തോന്നും. പക്ഷെ അരയിൽ നിന്നും 1 കുറച്ചാൽ എത്രയാ? അര. 1/3 അര കുറച്ചാൽ നമുക്ക് അരാന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയാം 1/3 നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ട് 0.3. അതിൽ അര കുറയ്ക്കുക, 0.5 കുറച്ചാൽ 0.2 കിട്ടുക. അപ്പോൾ ഇവിടെ 0.5 കിട്ടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. ഇവിടെയും പൊതുവ്യത്യാസമില്ല, ഇവിടെയും പൊതുവ്യത്യാസമില്ല അല്ലേ? കാരണം ഇവിടെയുള്ള വ്യത്യാസമാണ് അര, ഇവിടെയുള്ള വ്യത്യാസമാണ് 0.2. രണ്ടും ഈക്വൽ അല്ല. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ പ്രിയപ്പെട്ട മക്കളെ, 2 കാര്യങ്ങൾ കൂടി നമുക്ക് അതിലിട്ട്. പവേഴ്സ് ഓഫ് 2, 2ന്റെ പവറുകൾ. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? 2ന്റെ വർഗം എന്ന് പറഞ്ഞാൽ കൃതികൾ എന്ന് പറഞ്ഞാൽ 2, 2ന്റെ സ്ക്വയർ അത് 2/1, 2ന്റെ സ്ക്വയർ 4, 2ന്റെ ക്യൂബ് 8, 2/16. അത് 2, 4, 8, 16.
ഇത് സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്നതിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിന്റെ കൂടെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയാം. അടുത്ത പാർട്ട് വേണോ എന്നുള്ളത് കൂടി പറയാം കേട്ടോ. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അടുത്ത പാർട്ട് ഇടുക. അതുകൊണ്ട് എല്ലാ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. അടുത്തത് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യയുടെ ഹാഫ്. ഇപ്പോൾ ഒറ്റ സംഖ്യ എന്നാൽ നമുക്ക് അറിയാം. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അര, 3ന്റെ പകുതി, 5ന്റെ പകുതി, 7ന്റെ പകുതി, 9ന്റെ പകുതി. ഇതൊന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ അര എന്ന് പറഞ്ഞാൽ 0.5, 3ന്റെ പകുതി പറഞ്ഞാൽ 1.5, 5ന്റെ പകുതി പറഞ്ഞാൽ 2.5, 7ന്റെ പകുതി പറഞ്ഞാൽ 3.5, 9ന്റെ പകുതി പറഞ്ഞാൽ 4.5. ഓക്കെ. ഇതൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇതൊരു സമാന്തര ശ്രേണിയാണോ? ആണെങ്കിൽ എത്ര കൂടുന്നു? അര, 1.5, 2.5, 3.5 1 കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അഥവാ സമാന്തര ശ്രേണിയാണ് കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സോ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ മെത്തേഡിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ എത്രത്തോളം റീച്ച് ആക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇറങ്ങുന്നത്. സോ മാക്സിമം അടിപൊളിയാക്കുക. 10ാം ക്ലാസ്സിൽ എന്ത് വില കൊടുത്ത് നമുക്ക് A+ ആണ്, സ്പെഷ്യലി മാത്തമാറ്റിക്സിൽ. അപ്പോൾ എൻ്റെ പേര് അറിയാത്ത ആളുകൾക്ക് എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ് കേട്ടോ. കുട്ടികളൊക്കെ ഫൂഫു സാറിനൊക്കെ വിളിക്കാറുണ്ട്. സോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ, നിങ്ങളോട് സംസാരിച്ചതിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്.